ഇത് പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള ഒരു വിഷയമായതിനാലും പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് എന്നതിനാലും ഇതിന്റെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഈ സഭയും കേരളത്തിന്റെ പൊതുസമൂഹവും അറിയേണ്ടതുണ്ട് എന്നതിനാലും ഇത് ചർച്ച ചെയ്യുന്നതിന് തയ്യാറാണ് സർ. ഓർഡർ ചട്ടം 50 പ്രകാരം പ്ലീസ് യെസ് പ്ലീസ് ഓർഡർ ചട്ടം റൂൾ 50 പ്രകാരം പ്ലീസ് റൂൾ 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിലൂടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്മേൽ ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതു സംബന്ധിച്ച് ചട്ടം 55 അനുസരിച്ചുള്ള ഉപക്ഷേപം 12 മണിക്ക് ചർച്ചയ്ക്ക് എടുക്കുന്നതാണ്. 2 മണിക്കൂറായിരിക്കും ചർച്ച. ഓർഡർ യെസ് പ്ലീസ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം ഇത് നമ്മൾ റൂൾ 50 നോട്ടീസ് കൊടുക്കുന്നത് സഭാ നടപടികൾ നിർത്തിവെച്ച് പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഇത് സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ്. സാർ, ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചതിന് ഭരണകക്ഷിയിൽ നിന്ന് ഞങ്ങളെ പരിഹസിക്കുന്നതിന് ഞങ്ങളുടെ ആവശ്യമല്ലേ ഞങ്ങളുടെ ഡിമാൻഡാണ് എന്താണ് ഇന്നലെ എന്ത് പറ്റി സാർ? ഇന്നലെ അങ്ങ് പ്രത്യേകം തന്നെ പരാമർശിക്കുകയുണ്ടായി. ഇപ്പൊ ഈ നിയമസഭയുടെ ചരിത്രത്തിലെ 15ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കാണ് അങ്ങ് അനുമതി നൽകുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് 6 ചർച്ചകൾ നടത്തുകയുണ്ടായി കഴിഞ്ഞ നിയമസഭാ സമയത്ത്. അപ്പൊ 21ാമത്തെയാണ്. ഇത് കാണിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ ജനാധിപത്യ ബോധത്തെയും ഏത് ചോദ്യത്തിനും ഉത്തരമുള്ള ഞങ്ങളുടെ ധൈര്യത്തെയുമാണ്. ഇന്നലത്തെ ചർച്ച അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഇന്നലത്തെയും തന്നെ ഇന്ന് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചു പോയെന്നുള്ളത്. പൊതുവെ ശ്രീ വി കെ പ്രശാന്ത്, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ പ്രശാന്ത്, സമയകൃത്യത പാലിക്കണം. ഭരണപക്ഷം പ്രതിപക്ഷത്തെ പരിഹസിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച 12 മണി മുതൽ 2 മണിക്കൂറാണ് ഇപ്പോൾ സ്പീക്കർ നിശ്ചയിച്ചത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതിനാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വസ്തുതകൾ ജനങ്ങൾ അറിയട്ടെ എന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഇത് സ്പീക്കർ അറിയിച്ച സമയത്ത് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഇതെന്തിനാണ് ഞങ്ങളുടെ ഡിമാൻഡ് സഭ അംഗീകരിക്കുമ്പോൾ അതിനെ എന്തിനാണ് നിങ്ങൾ നോക്കി പരിഹസിക്കുന്നത്? അതിനിടെ ഭരണപക്ഷം പ്രതിപക്ഷത്തെ നോക്കി ചിരിക്കുന്നത് എന്തിനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഇങ്ങനെ നോക്കി ചിരിക്കുന്നത് കേട്ടോ എന്നാണ്. അപ്പോൾ സർക്കാരിൻ്റെ ധൈര്യത്തെയാണ് വിഷയം ചർച്ചയ്ക്കെടുത്തതിലൂടെ കാണാൻ കഴിയുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. നമുക്ക് ഒരിക്കൽ കൂടി അത് ഒന്ന് കേൾക്കാം അല്പസമയത്തിനുള്ളിൽ. അപ്പോൾ ചുരുക്കത്തിൽ കാര്യങ്ങൾ ഇതാണ്. ഇന്നലെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തപ്പോൾ അതിൽ പ്രതിപക്ഷം പ്രതീക്ഷിച്ചതിനേക്കാൾ ഭരണപക്ഷം ചില വസ്തുതകളൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അത് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും പ്രതിപക്ഷത്തിന് മറുപടിയില്ലാത്ത സാഹചര്യമുണ്ടായി. 144 ഉദ്യോഗസ്ഥരെ ഇടത് സർക്കാർ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം യൂണിഫോം അഴിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാലത്ത് എത്ര പേരെക്കെതിരെ നടപടി വന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയും ഇന്നലെ സഭയിൽ ഉണ്ടായില്ല. ഇതടക്കമുള്ള വിഷയങ്ങളെ പരിഗണിച്ചുകൊണ്ടാവാം ഇന്നിപ്പോൾ പി രാജീവ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് അക്കാര്യം ഒന്ന് സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ സഭ അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുമ്പോൾ പ്രതിപക്ഷത്തെ നോക്കി ഭരണപക്ഷം പരിഹസിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചത്. എന്തായാലും ഇന്ന് 12 മണി മുതൽ ചർച്ചയും ഇതിലേറ്റവും ആരോഗ്യകരമായ കാര്യം ആരോഗ്യകരമായ ചർച്ചയാണ് എന്നുള്ളതാണ്. അത് ഇന്നലത്തെ ചർച്ചയാണെങ്കിലും ശരി, ഇന്നിപ്പോൾ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നതാണെങ്കിലും ശരി, അതും നല്ല കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ആ കീഴ്വഴക്കം ചെറുതല്ലാത്തതാണ്. ജനാധിപത്യത്തിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാതിരിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് കേന്ദ്രത്തിലൊക്കെ പാർലമെന്റിലെ ചർച്ചയൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ അടിയന്തര പ്രമേയം എന്ന് പറയുന്ന സംഭവം അനുവദിക്കാറേ ഇല്ല. നോട്ടീസ് കൊടുക്കുന്നു, ചർച്ച ചെയ്യുന്നു, വാക്കൗട്ട്, ചർച്ചയില്ലാതെ വാക്കൗട്ട് ചെയ്യുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇന്ന് നടത്താൻ പോകുന്നത് 16ാമത്തേതാണെന്നാണ് കണക്കുകൾ പ്രകാരം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 6, മൊത്തം 22 അടിയന്തര പ്രമേയ ചർച്ചകളാണ് പിണറായി സർക്കാരിന് 9 വർഷം കൊണ്ട് നടന്നത്. കഴിഞ്ഞ 75 വർഷത്തിലാകെ നടന്നത് 30 അടിയന്തര പ്രമേയ ചർച്ചകൾ മാത്രമാണ്. ഏകദേശം അത്രത്തോളം തന്നെ 70% തന്നെ 9 വർഷങ്ങൾ കൊണ്ട് നടന്നിരിക്കുന്നു എന്നുള്ളതും പ്രാധാന്യമുള്ള കാര്യമാണ്.